അതൊരാവേശമാണ്. കായലോളങ്ങളെ മുറിച്ചു കുതിച്ചു കയറുന്ന ചുണ്ടൻവെള്ളത്തെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ സ്വകാര്യ സ്വത്താണ്. ഒരേ താളത്തിൽ ഒറ്റ മനസ്സോടെ തുഴഞ്ഞു കയറുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അതെ, അല്ലെങ്കിലും ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആയിരത്തി 1979 അന്ന് എൻ്റെ അച്ഛൻ ആലക്കൽ നീലാണ്ടം മരിച്ചിട്ട് ഒരു വർഷമായി കാണും. ഒരു ദിവസം രാവിലെ കടത്തുകാരൻ കൃഷ്ണൻകുട്ടിയും കരിത്ര വാസുവും ബാപ്പച്ചനും കുറെ ആളുകളും എല്ലാം കൂടെ ഇവിടെ വന്നിട്ട് നമ്മുടെ കരയ്ക്കും ഒരു ചുണ്ടൻ വേണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിലെന്നും ചിങ്ങമാസമാ, അറയിലും പത്തായത്തിലും നെല്ലൊഴിഞ്ഞിട്ട് നേരമില്ല. പിന്നെ എനിക്കെന്താ ആഗ്രഹിച്ചാൽ. അങ്ങനെ എൻ്റെ ഒരു 500 പറ കണ്ടം വിറ്റ കാശും പിന്നെ നാട്ടുകാർ പിരിച്ചെടുത്ത നെല്ലും തേങ്ങയും കാശും എല്ലാം ചേർത്താണ് കിഴക്കും ഭാഗം ചുണ്ടനും ബോട്ട് ക്ലബും ഒക്കെ ഉണ്ടായത്. ആലക്കലെ ഗോവിന്ദന് വീടുകൾ രണ്ടെന്ന് പറയുന്നതാണ് സത്യം. ആലക്കലെ തറവാട്ട് വീടും കിഴക്കും ഭാഗം ചുണ്ടന്റെ ഓഫീസും. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പകലുകളുടെയും ആരംഭം. ഇതെല്ലാം വരാനിരിക്കുന്ന ഓരോ ജലോത്സവത്തിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഇങ്ങനെ ഒരു ബോട്ട് ക്ലബ് ഉണ്ടാക്കിയെങ്കിലും ഇതിന്റെ ഒരു എളിയ പ്രവർത്തകനായി പിന്നിൽ നിൽക്കാനായിരുന്നു എനിക്കിഷ്ടം. എന്നാൽ 2 കൊല്ലം മുമ്പ് എല്ലാവരുടെയും നിർബന്ധപ്രകാരം എനിക്ക് കിഴക്കും ഭാഗം ചുണ്ടന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. എന്തായാലും അത്തവണ വർഷങ്ങൾക്ക് ശേഷം കിഴക്കും ഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫി നേടി. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ തന്നെ ക്യാപ്റ്റൻ ആവണമെന്ന് നാട്ടുകാർ നിർബന്ധിച്ചു. ഭാഗ്യത്തിന് അപ്രാവശ്യവും ട്രോഫി നേടി. ഇനി ഈ വർഷം ഇത്തവണയും ഞാൻ തന്നെ ക്യാപ്റ്റനായി ട്രോഫി നേടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കിഴക്കും ഭാഗം ചുണ്ടന് എൻ്റെ വക ഒരു ഹാട്രിക് ഒരു സ്വപ്നമാണ്. ബാക്കിയൊക്കെ കുട്ടനാടിന്റെ ചരിത്രത്തിലേക്കാണ് ഈ മനുഷ്യൻ നടന്നു കയറുന്നത്. കുട്ടനാടിന്റെ ചരിത്രം ആലക്കൽ തറവാടിന്റെയും ചരിത്രമാണ്. കുശലം പറഞ്ഞും ചിരിച്ചും ഈ നാടിന്റെ ഹൃദയത്തിൽ ആലക്കൽ ഗോവിന്ദൻ സജീവ സാന്നിധ്യമാകുന്നു. മായ്ച്ചാലും മായാത്ത കാലത്തിന്റെ കയ്യൊപ്പുകളിൽ ഇയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. കുട്ടനാട്ട് ജനിച്ചു, കുട്ടനാട്ടുകാരനായി വളർന്നു. ഇനി ഈ നാടിന്റെ മണ്ണിലേക്ക് തന്നെ, അത്രയേ ഉള്ളൂ. കർമ്മമാണ് പുണ്യമെന്ന് ഇദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കണം. കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടന്ന ആലക്കൽ തറവാട്ടിലെ കൊയ്ത്തുപാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പുരയിടങ്ങളും ഇന്നില്ല. ഇവിടെ സ്കൂളും ആശുപത്രിയും കർഷക സംഘവുമെല്ലാം ആലക്കലെ മണ്ണിലാണ്. മണ്ണിനു വേണ്ടി മനുഷ്യൻ യുദ്ധം വരെ ചെയ്യുമ്പോൾ തനിക്കുള്ളതെല്ലാം നാടിനു വേണ്ടി സമർപ്പിച്ച് കുട്ടനാട്ടുകാർ കന്നവും അഭയവുമായി മാറിയ ആലക്കൽ ഗോവിന്ദന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് കുട്ടനാട് ഗബ്ലൂഷന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. കലക്കി ആശാനെ, ഇന്നിത് ആഘോഷിച്ചിട്ടെന്ന കാര്യം. എല്ലാവർക്കും എന്റെ വക ചായ ഫ്രീ. ഫ്രീ ആക്കേണ്ട സുലൈമാനെ, എന്റെ വക തന്നെ ആയിക്കോട്ടെ. അതാ ശരി, ഓരോ കടിയും കൂടെ ആയിക്കോട്ടെ സുലൈമാനെ. അതെ, നമ്മൾ കുറച്ചുപേര് ഈ ചായക്കടയിൽ ഇരുന്ന് ആഘോഷിച്ച് തീർക്കേണ്ട കാര്യമല്ല. ഇത് ഈ കുട്ടനാട്ടുകാർക്ക് മുഴുവൻ അഭിമാനിക്കാനുള്ള കാര്യമാണ്. ആന്റപ്പം പറഞ്ഞതാ അതിന്റെ ശരി. എനിക്ക് മാത്രമായിട്ടൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഞാൻ ചിലതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ലോകത്തെവിടെ പോയാലും നമുക്കൊരു പേരേ ഉള്ളൂ, കുട്ടനാട്ടുകാരൻ. അത് മതി, അതിൽ അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. പെണ്ണപ്പടിപ്പാടെ വരുന്നുണ്ട്. തിരുവാ തിരുവാ ആശാൻ നസൂർ മാറിക്കോ. വരട്ടെടൂ. നമസ്കാരം. ഇതിപ്പോ ഏത് കമ്മിറ്റിയാ പൊന്നപ്പാ? ഇത് കൊയ്ത്ത് കമ്മിറ്റി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ എന്നിവരെ കുറിച്ച് ഏവനോരത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂലി കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ. ഇവരുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുന്നമടയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ ജാഥ റാണി, മാർത്താണ്ഡം, ചിത്ര എന്നീ പാടശേഖരങ്ങൾ കടന്ന് കൈനഗിരിയിൽ എത്തിച്ചേരുമ്പോ അതും പൊന്നപ്പൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. ഞാൻ ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. ബാക്കി തങ്കോടി പറഞ്ഞേച്ചാ മതി. ഞാൻ പോയി പാനിവരത്തി ഒന്ന് കണ്ടേച്ചു വരാം. ആ ശരി, ഓൾഡ് ഈസ് ഗോൾഡ് എല്ലാം വെക്കുള്ളൂ. ബാക്കി 22 ക്യാരറ്റ്സ് എല്ലാം ഇവിടെ നിൽക്കും. ഒരു 2001 എഴുതാശാനെ. 2001 എങ്കിലേ 1001 കിട്ടൂ. അയ്യോ ചേച്ചാ, 5000 ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല. ശ്രീ ആലക്കൽ ഗോവിന്ദൻ. ഭാനുവടുത്തിയേ, ഞങ്ങള് മഹിളാജാഥയുടെ പിരിവിന് ആശാനെ കാണാൻ വേണ്ടി വന്നതാ. ഭാനുവടുത്തിയെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഞാൻ അറിഞ്ഞേ. വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. തങ്കമണിയുടെ മോക്ക് സുഖം തന്നെയല്ലേ? പരമസുഖം. നല്ല പൊന്നുപോലെ നോക്കണ ചെറുക്കനാ.
അവൻ രണ്ടാളും കൂടെ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പോഴും ആശാന്റെ കാര്യം അവള് പറഞ്ഞു. ആശാൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടന്നത്. ഒക്കെ മോളുടെ ഭാഗ്യാന്ന് കരുതിയാ മതി. എല്ലാവർക്കും ഒരു ചായ എടുക്കട്ടെ. പെണ്ണുങ്ങളെ വരി. ദേ പൊന്നപ്പം വെള്ളം വെക്കണോ? ചായയൊക്കെ പിന്നെ ആവാം. പോയിട്ട് കിട്ടാൻ വന്നെടുത്തി. വേഗം നടക്കും, വേഗം നടക്കും. അവർക്ക് എത്രയാ കൊടുത്തേ? ഓ ഇതിനൊക്കെ എന്നാ കൊടുക്കാനാ? ചന്ദ്രനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. എല്ലാത്തിനും ചന്ദ്രനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞ കഷ്ടം. അവൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? 10-9 രൂപയിൽ കൂടുതൽ ആരും വന്നാലും കൊടുക്കാന്ന് പറഞ്ഞേക്കരുത്. അതൊക്കെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ആ രസീത് ഞാൻ അത് ചന്ദ്രന്റെ കൊടുത്തു. ഞാനൊന്ന് നോക്കട്ടെ. ആ, എന്റെ ഈശ്വര, 501 രൂപയോ? 501? 501? ഞാൻ 51 പറഞ്ഞത്. പിന്നെ നിനക്കെങ്ങനെ 0 വന്നത്? 501 ഞാൻ പറഞ്ഞത്. അപ്പൊ നടുക്ക് 0 കാണും. ഞാൻ 51 പറഞ്ഞത്. അറിയാതെ എഴുതിയതാണെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കും. 500 ലാഭമായെന്ന് കരുതിയാ മതി. ആശാൻ 1000 തന്നില്ലെങ്കിൽ ജാഥാപൊളിയും ഹോട്ടലുകാർ പിടിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ആശാൻ 1000 കൊടുക്കാൻ ഒരുങ്ങിയതാ. ഞാനാ 501 ആക്കിയത്. ഓ, എന്നിട്ട് 51 ആക്കാൻ തോന്നിയില്ലല്ലോ? തോന്നില്ല. 0 ഇവിടെ വിലയില്ലല്ലോ. ചന്ദ്രന് മാത്രമേ വിലയുള്ളൂ. എന്നുവെച്ചാ അവനല്ലേ കൊടുക്കണ്ടേ? താൻ ഒറ്റ കൊടുത്തനാ ഒരു കാരണക്കാരൻ. താനോട് ആരാ രസീത് കൊടുക്കാൻ പറഞ്ഞത്? കൊടുത്തില്ലെങ്കിൽ നാളെ രാവിലെ പൊന്നപ്പം വരുമ്പോ എണ്ണി കൊടുക്കാൻ കയ്യിലുണ്ടോ? എന്നാ. ദീപുവല്ലേ എന്നോട് പറഞ്ഞു ഞാനിനി എപ്പോഴും അമ്മയുടെ അടുത്ത് ഉണ്ടാവണമെന്ന്. എന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ ദീപു. എന്തു ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോണില്ല. എന്തുവിന് ഇവിടുന്ന് ഉടനെ പോകും. ലളിതേച്ചി, ആർ ബ്ലോക്കിൽ വള്ളം മുങ്ങി. എപ്പോഴാണെന്നൊന്നും അറിയില്ല. കടവത്ത് പറയണ കേട്ടതാ. ആരൊക്കെയോ ചത്തിട്ടുണ്ടെന്നാ തോന്നണേ. വാർത്തയിലുണ്ടാവും. ഈ റിമോട്ട് എവിടെ? കൊച്ചിനെ കളിക്കാൻ കണ്ടൊരു സാധനം. ചത്തവരോ ചത്തു. ഇനിയിപ്പോ വാർത്ത കേട്ടിട്ട് എന്താ കാര്യം? സീരിയലിൽ ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ പോവാ. അതെ, അടുക്കള പണിയും പ്രസവവും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഒന്നുകിൽ ഇന്ദുവിന്റെ കല്യാണം, അല്ലെങ്കിൽ വള്ളം മുങ്ങല്. സീരിയലല്ലേ, ഇന്ദുവിനെ ഈ കല്യാണം കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ വള്ളം മുങ്ങിയാ മതി. പാടശേഖരങ്ങളിലെ സ്ത്രീ തൊഴിലാളികളുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് 7ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ ആവശ്യപ്പെട്ടു. മഹിളാ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ പൊന്നപ്പൻ. ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ ആശയും ആവേശവും ഞാനാണെന്ന് തെളിഞ്ഞും ഒളിഞ്ഞും ചിലർ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ വള്ളം മുങ്ങിയ കാര്യം പറയാനില്ലല്ലോ. അതിന് സമയം കിട്ടണ്ടേ? പറയും. മാമ്പുഴക്കരി ശ്രീനിവാസിൽ രാജപ്പന്റെ മകൾ സുഷമയെ കാണാതായി. അടുത്ത വീട്ടിലെ സുരേഷ് എന്ന ചെത്തുകാരനെയും കാണാനില്ലാത്തതിനാൽ ഒരു ഒളിച്ചോട്ടമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീധന ലാഭായി. അല്ല, ഇന്നെന്താ ഒരു സീരിയൽ കണ്ടില്ലേ? ആർ ബ്ലോക്കിൽ വള്ളം മുങ്ങിയെന്ന്. എപ്പോ? ദേ ഇവള് പറഞ്ഞു. ഇവിടെ ചന്ദ്രനെ കാണാൻ വേണ്ടി വെള്ളം മുക്കിയതാ. ഉറപ്പാ? അല്ലേടി, സത്യം പറ. അല്ല, പിന്നെ ആർ ബ്ലോക്കിൽ വള്ളം മുങ്ങിയിട്ടാണല്ലോ എന്റെ അച്ഛനും അമ്മയും ചത്തത്. ഇപ്പോഴും വെള്ളമല്ലേ? അല്ല, വള്ളമല്ലേ? എപ്പോ വേണമെങ്കിലും മുങ്ങാലോ. വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ബണ്ട് നിർമ്മാണത്തിന് കേന്ദ്ര സഹായം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. അയ്യേ, അയ്യേ, എന്ത് വൃത്തിയായിട്ട് പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നത്? ഈ കേബിൾ വിഷനുമായിട്ട് സഹകരിക്കാൻ ഇനി എന്നെ കിട്ടില്ല. എടാ, സ്വന്തം കാല് കണ്ടിട്ട് ഇത്രയും വൃത്തികേടാണെന്ന് പറയുന്ന ആദ്യത്തെ ആൾ നീ തന്നെ ആയിരിക്കും. ഞാൻ ഇന്ന് സോറി, നഗ്നത എന്റെ ഒരു വീക്കൻസാ. അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. മലക്കോടാ പണ്ടാരടങ്ങാനായിട്ട് നിന്നെ ക്യാമറാമാനായിട്ട് തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ വെക്കരുതെന്ന്. അതങ്ങനെ കണ്ട ഏപ്പറത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനെയൊക്കെ പിടിച്ച് ക്യാമറാമാൻ ആക്കിയാ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ഏപ്പറത്ത് കുറ്റം പറയരുത്. അവിടെ അഭിനയിക്കുന്നവര് നിർത്തിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ക്യാമറ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണ്ടടാ. ഇന്ന ഇതും കൂടെ ഷൂട്ട് ചെയ്ത് രാത്രി 12 മണിക്കുള്ള അക്കച്ചിയുടെ പടത്തിൽ വിറ്റായിട്ട് കയറ്റിക്കോ. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് വള്ളത്തെ ചാടിക്കയറി വെള്ളത്തിൽ വീണിട്ട് സമയത്ത് വാർത്ത വായിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ഈ നഗ്നത വീക്ക്നെസ് അങ്ങ് ഇരിഞ്ഞാലെ കൂടെ കൊണ്ട് തീർത്താ മതി. ഈ കുട്ടനാട്ടി വേണ്ട, വേറെ ക്യാമറാമാനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയ അങ്ങ് നിന്റെ പാക്കപ്പ്. കാശെടു പോട്ടു. കാശോ? ഏത് കാശ്? അപ്പൊ ശരിയായില്ലേ? എന്റെ പെണ്ണ പലചരക്കടെ കാശ് കൊടുത്ത സാധനം വാങ്ങാൻ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റിയല്ല. നീ കളിക്കല്ലേ? ആ കാശ് അത് ശരിയായിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി 1750. ഇനി എന്നാ ഇതൊക്കെ തിരികെ തരുന്നൂടി പറ. അടുത്ത ആഴ്ച തരാടാ. ടി ഒക്കെ എഴുതി ഇപ്പൊ വരും. വരണേ. വരും. അപ്പൊ രാവിലെ കാണാം. ആ ശരി. അവന്റെ ബിസിനസ് ഞാൻ കണ്ടു. എന്ത്? അല്ല, ഇന്നത്തെ വാർത്ത വായന ഞാൻ കണ്ടു എന്ന് പറയായിരുന്നേ. അതിപ്പോ കാണാത്തവരായിട്ട് കുട്ടനാട്ടിൽ ആരും ഉണ്ടാവില്ല. ചാനലിൽ ആളെ കൂട്ടാനുള്ള പുതിയ ടെക്നിക്ക് ആയിരിക്കും അല്ലേ? അതെ, എല്ലാ ദിവസവും മുഖം മാത്രമല്ലേ കാണുന്നത്. ഇന്നത്തേക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ഒന്ന് പോടാ അവിടുന്ന്. സിഗരറ്റ് കിട്ടിയില്ല. സിഗരറ്റ്
ഇന്നലെ രാത്രി 2 പാക്കറ്റ് മേടിച്ചു തന്നാണല്ലോ, അത് തീർന്നോ? തീർത്തു. അതെ, വൈരാഗ്യം തീർക്കും പോലെ വലിച്ചു തള്ളാനുള്ള അല്ല സിഗരറ്റ്, ആരോഗ്യം കൂടി നോക്കണം, മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. നീ സാധനം എന്താ? അമ്മ അവിടെ ഇരുന്നേ, ഒരു കാര്യം പറയട്ടെ. അതെ, ഞാൻ ഇങ്ങനെ ഈ മരുന്ന് സഞ്ചിയും തൂക്കി പിടിച്ച് ഗർഭിണികൾക്കുള്ള ഗുളികയും വിറ്റ് നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അമ്മയ്ക്കറിയാലോ, ആലപ്പുഴ ജില്ല മുഴുവൻ ഹോൾസെയിലായിട്ട് മരുന്നിന്റെ കച്ചവടം നടത്താൻ ഒരു ഏജൻസി ഒത്തുവന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം മുടക്കാൻ കുറച്ച് തുട്ട് വേണം. അതിനിപ്പോ എന്നാ ചെയ്യും? ബാങ്കിൽ നിന്നൊരു ലോണൊക്കെ സംഘടിപ്പിക്കാം, പക്ഷെ സെക്യൂരിറ്റി കൊടുക്കണം. അമ്മ അച്ഛനോട് പറഞ്ഞു ഈ വീടിന്റെ ആധാരം ഒന്ന് വാങ്ങി തന്നാ മതി. അത്രേ ഉള്ളോ? ഞാൻ വാങ്ങിത്തരാം. അല്ല ചന്ദ്രനെ പറയായിരുന്നു. ഞാൻ കേട്ടു. പക്ഷെ ഇക്കാലത്ത് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്നുള്ളവർ എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അവൻ അത്ര വിശ്വാസമുള്ളപ്പോ നമ്മൾ എന്തിനാ എതിര് നിൽക്കുന്നേ? അവൻ തുടങ്ങട്ടെ. നിനക്കറിയാൻ വയ്യാത്ത വേണ്ട, എങ്ങാനും വീട് പോയെങ്കിലും ഒന്ന് പേടി കാണും. തരണ്ട, ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സഞ്ചി തൂക്കി നടന്ന് തീർത്തോളാം. അതെ, നമ്മളായിട്ട് ഇതുവരെ അവനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അലമാരയിലിരിക്കുന്ന ആധാരം കൊണ്ട് അവന് ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാവുമെങ്കിൽ അത് ചെയ്തു കൊടുക്കല്ലേ വേണ്ടേ? എന്റെ ബാലു, ഒരു ബിസിനസ് നടത്താനുള്ള പാകതയും പക്വതയും ഒന്നും അവനായിട്ടില്ല. ആകട്ടെ, അപ്പൊ കൊടുക്കാം. നീ പോയി കഞ്ഞി വിളമ്പ്. ചെല ചോറെടുത്തു വെച്ചു, കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, ഞാനേ അച്ഛനോട് സാവകാശം പറഞ്ഞ് സമ്മതിപ്പിക്കാനേ. നീ വാ. ബാലു, ആധാരം കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടും അല്ല. പിന്നെ ആധാരം ഇവിടെ ഇല്ല. ഇല്ലേ? കഴിഞ്ഞ ഇടവപ്പാതിക്ക് കൃഷി മുഴുവൻ വെള്ളം കയറി നശിച്ചപ്പം നാട്ടുകാരൊക്കെ ആവലാതിയായിട്ട് ഇങ്ങോട്ടല്ലേ വന്നത്. അന്ന് ഭാസ്കറിന്റെ നിന്നാണ് രണ്ടാമത് കൃഷി ഇറക്കാൻ ഞാൻ പണം വാങ്ങിച്ചു കൊടുത്തത്. അന്ന് കടായിട്ടല്ലേ തന്നത്? കടമായിട്ട് തന്നെ. സർക്കാർ ഇന്ന് ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ഈട് വേണമെന്ന് അയാൾ പറഞ്ഞു. എന്റെ വേറെ എന്തായിരിക്കുന്നത്? ഞാൻ ആധാരം എടുത്തു കൊടുത്തു. കാര്യം നടക്കട്ടെ. എടാ, ഗവൺമെന്റിൽ നിന്ന് പണം സാങ്ഷനായി കിടക്കുക. അത് വാങ്ങി അങ്ങോട്ട് കൊടുത്താൽ പാസ്കാരൻ ആധാരം തിരിച്ചു തരും. പിന്നെ നീ എന്ത് വേണം കാണിച്ചോ? അല്ലാതെ എടുപിടി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുണ്ടാക്കാനാ? ആധാരം കിട്ടിയിട്ടേ ആഹാരം കഴിക്കുന്നുള്ള വാശിയൊന്നും വേണ്ട. നീ വാ വാ വാ. ഇവന്റെ ഒരു കാര്യം. താറാവിനെ കളിപ്പിച്ച് രാവിലെ ഒരുത്ത് വരുന്നുണ്ട് നിന്നെ കാണാൻ. ഓ, പുള്ളിക്കാരന് രാവിലെ ശരീരം തെച്ചൊന്നും കുളിക്കാനും പറ്റില്ല. ഞാൻ വന്നില്ലാന്ന് പറഞ്ഞാൽ മതി, അവൾ പൊക്കോളൂ. ദാസപ്പേട്ട, ആലക്കിലെ ചന്ദ്രമുതലാളി എത്തിയില്ലേ? മുതലില്ലാത്തവനെ മുതലാളിന്ന് വിളിച്ചിങ്ങനെ കളിയാക്കണ്ട. മോള് പോ. അവൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. വരുമെന്ന് തോന്നാതിരിക്കാൻ എന്താ കാരണം? നീ ഇങ്ങനെ അവന്റെ കുളിച്ചും കാണാൻ വരുമെന്ന് അവൻ അറിയാം, അതുകൊണ്ടാ. തോയ്ക്കടുത്ത് കീറുവെച്ചാണുണ്ടല്ലോ, കണ്ടേച്ചാ മതി. അതേടി, ദിവസം കാണുന്നുണ്ട് നിനക്കൊരു വിലയില്ലെന്ന് അറിയാം. പോയിട്ട് വേണമെന്ന് സോപ്പിടാൻ. ചെല്ലി കണ്ടിട്ടേ പോകുന്നുള്ളൂ, എന്നിട്ട് തോപ്പിട്ടാ മതി. അയ്യേ, ഈ പെണ്ണിന്റെ ഒരു ആഗ്രഹേ. ഉണ്ടെന്നെങ്കിൽ ഞാൻ ചന്ദ്രനെ കാണുന്ന കാര്യം പറഞ്ഞു. ഓ, മുതലാളി മുങ്ങിയതാണല്ലേ? എന്റെ ചിട്ടിക്കാശവിടെ? അതെ, ചിട്ടിക്കാശ് കുളിക്കടവിലല്ല തരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. പറഞ്ഞോ? പിന്നെ എവിടെ എപ്പോ തരുമെന്നുള്ളതും കൂടി എനിക്കറിയണം. കാശ് കൈ വരുമ്പോ തരും. തന്നാ മതി. പക്ഷേ ബൈക്ക് മേടിക്കണം. ഇത്തവണ കുറി എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞ് അടുത്തേക്ക് വന്നേക്കരുത്. അയ്യോ, അങ്ങനെ പറയില്ല ഗീത കുഞ്ഞെ, കാശ് ഇന്ന് തരും. ഓഹോ, അങ്ങനെ പറയില്ലേ ചന്ദ്രകുഞ്ഞെ? പോട്ടെ. അല്ല ചന്ദ്ര, നിനക്കെന്താ ഇവളെ അങ്ങ് പ്രേമിച്ചാണ്? നീ പറ, ഇവക്ക് എന്തിന്റെ കുറവാ? തന്തെന്നാളില്ലെന്നുള്ളൊരു കുറവുള്ളൂ. എന്തായാലും മൊട്ടം പേർക്ക് ചിട്ടി നടത്തി അന്തസ്സായിട്ട് അവൾ ജീവിക്കുന്നില്ലേ? നല്ല കുട്ടിയാ, നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടാ. പാവം മോനെ ബെന്നി, സെന്റിമെന്റ്സ് വേണ്ട. ഇവിടെ ജീവിതം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക. പ്രേമത്തിന് കണ്ണും കാതും ഇല്ലാന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാഷ് വേണം. കാശ് ഇല്ലാത്തവന് പറഞ്ഞിട്ടുള്ള പണിയല്ല പ്രേമം. ഓഹോ, എന്നെയും കൊണ്ടേ പോകുന്ന കരച്ചില്. കൊടുക്ക് കൊടുക്ക്, തിന്ന് കൊഴുക്കട്ടെ. മിണ്ടാപ്രാണിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതരാ. പറയാതെ പറ്റില്ലല്ലോ. മിണ്ടാപ്രാണിയാണെങ്കിലും പിണ്ണാക്കും പുഷ്ടി എല്ലാം കൂടെ രൂപ 710 ഇന്നലെ രാത്രി ആന്റപ്പന്റെ കടയിൽ എണ്ണി കൊടുത്തത്. ആ കാശ് ഉണ്ടാക്കിയ പാടെ എനിക്കേ അറിയൂ. പ്രസവിക്കാത്ത പശുവിന് പിണ്ണാക്കും പുഷ്ടിയും പുല്ലും കച്ചിയും എല്ലാം ഞാൻ നിർത്തി തരാം. ഓ, പിന്നെ നിർത്തും. മച്ചിപ്പശു എന്ന് വെച്ചാലേ വീടിന് ഐശ്വര്യ അല്ലേ അമ്മണി? അതിൽ കുറച്ചുള്ള ഐശ്വര്യമൊക്കെ മതി അല്ലേ അമ്മിണി?
ഞാൻ കാണിച്ചു തരാം. വാ. ആ ഈ കറണ്ടിന്റെ ബില്ല് നോക്കിയതാ. കാശല്ലല്ലോ നോക്കിയത്, ഭാഗ്യം. അതെ, ഉം. ആ പേഴ്സിങ് തന്നിട്ട് പോയിക്കോ. കുമാരന്റെ കുഞ്ഞിന് തൊട്ടാ പൊള്ളുന്ന പനി, ആശുപത്രി കൊണ്ടുപോകാൻ കാശില്ലാന്ന് പറഞ്ഞപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയണം, ഇല്ലല്ലോ. ആ, ആ അവിടെ നിക്ക്. ഇത് ഏത് പേഴ്സ്? ഇതാണ് മണി പേഴ്സ്, ഇത് കാലി പേഴ്സ്. ആശാനെ പാപ്പച്ച പാപ്പച്ച. ആശാനെ അതെ നിക്ക് കുഞ്ഞിനെ ആശുപത്രി കാണിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അതുകൊണ്ട് വേറെ ഷാപ്പിലോട്ട് പോകരുത്. അല്ല അവന്റെ സ്വഭാവം മതി, മതി. പറഞ്ഞല്ലോ. എന്താ പാപ്പച്ച? ആശാനെ ഞാൻ നമ്മുടെ പറയാം നോക്ക്. അതെ ഭാസ്കരൻ ചെട്ടിൽ ആണ്ടപ്പന്റെ കടയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. പലിശക്കാശ് കൊടുക്കാത്തതിന് സാധനങ്ങളൊക്കെ പറക്കാൻ നിന്നിരിക്കുക. വിളിക്കാൻ വന്നത് ആ പാപ്പച്ചൻ. നിക്ക്. ബാനൂർ ഷർട്ടിന് എടുത്തേ. ഇതാ വരുന്നു. അയ്യോ തന്നെ. ആ, എവിടേക്കാ എത്ര ധൃതിയില്? പലിശക്കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പാവങ്ങളുടെ കടയ്ക്കറി സാധനങ്ങൾ വെറുക്കുന്നവൻ ആരാ ഈ നാട്ടില്? നിന്റെ ആങ്ങളെ അല്ലാതെ. ചെന്നാ പിന്നെ വഴക്കും വെക്കാണോ ഒക്കെ ആകും. ആരെങ്കിലും പറഞ്ഞ ഉടനെ ചാടി കയറി പോണോ? പോണം, ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴാ പോണ്ടത്. ആ വാ പാപ്പച്ച, പാടോ. അതെ കുഞ്ഞേട്ടാ, ഒന്നും വന്നേ. മധ്യസ്ഥം തീർക്കാൻ പോകുന്നൊക്കെ കൊള്ളാം, കൊടുക്കാനുള്ളതും കൂടി ഏറ്റവും ഇങ്ങോട്ട് വന്നേക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കുഞ്ഞുഞ്ഞെ. ആ പറഞ്ഞോ, ഞാൻ പറയുന്നുണ്ട്. എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ? ഏറ്റിട്ട് വന്നാൽ അത് തീർക്കാനും ഞാൻ തന്നെ ഓടണം, അതുകൊണ്ട് പറഞ്ഞാ.